ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനുള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാവക്കാടിനടുത്തുള്ള വട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഷെയ്ഖ് ബർദാൻ മക്കാമിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ നേർച്ചയാണെന്ന്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിനുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ നേർച്ചൻ്റെ കാഴ്ചകൾക്ക് പോകാം. അതേപോലെ തന്നെ ഈ ഒരു പള്ളീൻ്റെ, ഈ മക്കാമിൻ്റെ ചരിത്രം കൂടി നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ, സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ഒരുപാട് വരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. പുള്ളിയാണ് ഇപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വട്ടേക്കാട് ജുമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആർ ഒ ബക്കർ. ഞങ്ങൾ എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള വട്ടേക്കാട് ഷെയ്ഖ് ബർദാൻ തങ്ങളുടെ ചന്ദനക്കുടം നേർച്ചയാണ് ഈ 2-3 ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ബർദാൻ തങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അദ്ദേഹം മരണപ്പെട്ടത് ഈ വട്ടേക്കാട് വെച്ചിട്ടാണ് മരണപ്പെട്ടത്. ഈ മയ്യത്ത് കൊണ്ടുപോകാൻ പല ആളുകളും ശ്രമിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം, എൻ്റെ അറിവ്. പലരും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും വട്ടേക്കാട് നിന്ന് ആ മയ്യത്ത് പൊന്തിയില്ല എന്നുള്ള ചരിത്രങ്ങളൊക്കെ ആൾക്കാർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വെറുതെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു പുകല. അതാണ് ഇന്ന് ഈ ജാറത്തിൽ വളരെയേറെ ആളുകൾ കൊണ്ടുവരുന്നതും നേർച്ചയായി കൊണ്ടുവരുന്നത്. അത് വരുന്ന ആളുകളുടെയൊക്കെ എന്താണോ മുറാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹാസിലായി എന്ന് നമുക്ക് അറിയാൻ, പല ഭാഗത്തുനിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. അദ്ദേഹത്തിന് പല ഇന്ന് ഇവിടെ കണ്ട ആളെ വേറെ വളരെ ദൂരത്ത് അതേ സമയത്ത് കണ്ട ആളുകളും ഇവിടെ ഉണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് അദ്ദേഹത്തിനെ പറ്റി അറിയുന്ന ആളുകൾ. വട്ടേക്കാടിൻ്റെ ഈ പേര് തന്നെ പുകഴ്ത്തി വന്നത് ഈ ബർദാൻ ഞങ്ങളിവിടെ ഉള്ളത് കാരണം കൊണ്ടാണ്. ഞങ്ങളിവിടെ ഒരു പാട്ട് തന്നെ ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പാട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഒരു വരിയുണ്ട്: വട്ടേക്കാടിൻ്റെ തളർന്ന പേര് പുകഴ്ത്തി പാരിലുയർത്താൻ അല്ലാഹി തമ്പുരാനിവിടെ ചെയ്തൊരനുഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് വരികളുണ്ട്. ചിത്തിരമാം പണിതൊരു ജാറം വർഷം തോറും നേർച്ചകളങ്ങിനെ ചന്തത്താൽ കഴിക്കുന്ന ബർദാൻ ഒലിയുടെ പേരിലുമേ. അങ്ങനെ ഒരുപാട് വരികളുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ ഞങ്ങളെ നാട്ടിൽ ഉള്ളവരും അതുപോലെ തന്നെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള ആളുകളൊക്കെ ഇവിടെ സിയാറത്തിനായിട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ നമ്മളെ തങ്ങളെപ്പറ്റി വളരെയധികം വിശ്വാസമാണ്. ഒരു 50 വർഷത്തിൻ്റെ മേലെ ആയിട്ടുള്ള ഒരു പള്ളിയാണ്. ഇപ്പോൾ അത് റീഇനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനിച്ചു. അത് അബുദാബിയിൽ നിന്ന് സഹോദരനാണ് അത് നമുക്ക് ചെയ്തു തരുന്നത്. അതിൻ്റെ റീഇനോവേഷനുള്ള പൊളികൾ ഏറെക്കുറെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചന്ദനക്കുടം നേർച്ച, അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് അടുത്ത ദിവസം വരാൻ പോണത് ആണ്ട് ഷാബാൻ 18, 19, 20 ഇവിടെ വലിയൊരു ഇതാണ് തങ്ങളെ ഒരു ആണ്ട് എന്ന് പറയണത്. അത് ഞങ്ങളെ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വളരെ ഒരു സന്തോഷമുള്ള ഒരു ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അത് ഇത്രയൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് അതിന് പറയാനുള്ളത്.
ഞാൻ ഷമീർ ഒരുമനൂർ എന്ന് പറയും. പക്ഷേ വട്ടേക്കാടുമായിട്ട് 20 വർഷമായിട്ട് എനിക്ക് വളരെ ബന്ധമാണ്. എവിടെ പോയാലും വട്ടേക്കാട് നേർച്ച ഏത് സമയത്ത് നടക്കുന്ന ആ സമയത്ത് എവിടെ പോയാലും ഞാനിവിടെ ഉണ്ടാവും. ഇവിടുത്തെ അനൗൺസ്മെൻറ്റ്, അതിലെ പരസ്യങ്ങൾ എല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ആദ്യമൊക്കെ പുകലൊക്കെ ലേലവിളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആവശ്യക്കാർ വന്ന് പുകൽ ലേലം വിളിക്കുക, അത്യാവശ്യം കൊടുക്കുക, മൈരിഫിക്കേഷൻ തിരക്ക് വരും. ആ സമയത്ത് ആൾക്കാർ വരുമ്പോൾ പുകൽ ലേലം വിളിക്കും. എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. 20 വർഷമായിട്ട് നമ്മളിവിടെ അനൗൺസ്മെൻറ്റും പരസ്യങ്ങളായിട്ട് അവൻ പോകുന്നുണ്ട്. തങ്ങളിപ്പവിടെ മക്കാബിൽ ഞാൻ 54 വർഷമായി മക്കാബിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദീപാരാധന. അതായത് ഇസ്ലാം വേദത്തിൽ പറയണമെങ്കിൽ മഗ്‌രിബ് വാങ്ക് ഞങ്ങൾക്ക് 6:30-ക്കുള്ള ദീപാരാധന അത് ചെയ്യാൻ തുടങ്ങിയത് 54 വർഷമായി. ഇത് ചെയ്തിരുന്നു, ഇതിൽ മുന്നും ചെയ്തിരുന്നു എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ മരിക്കുന്ന സമയത്ത്, അച്ഛൻ മരിക്കുന്നതിൻ്റെ മുന്നും എനിക്കത് തന്നു. ഇപ്പോൾ ഞാനാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ഒരു കൊല്ലത്തിൽ 10,60,000 രൂപ ചിലവ് വരുന്നുണ്ട്. അത് 40 ദിവസം 20 ദിവസമൊക്കെ നോൽമ്പെടുത്തിട്ട് 21 ദിവസം, അതായത് പെണ്ണുങ്ങളത് നോക്കിയിട്ട് നോൽമ്പെടുക്കുക. നോൽമ്പെടുത്തതിന് ശേഷം അത് ചെയ്യുള്ളൂ. ഇതിന്മേ അരിത്തിരി, കോൽത്തിരി, ചന്ദനത്തിരി, നല്ലെണ്ണ, വെളിച്ചെണ്ണ, തേങ്ങാമുറി, വാഴപ്പിണ്ടി, ചിരാത്, കമ്പി, സ്റ്റാൻഡ്, ചാക്ക്, ഇങ്ങനെ 11 തരം സാധനമാണ്. ഈ 11 തരം സാധനം 11 സ്ഥാനത്താണ് തങ്ങൾപ്പാവൊക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ കത്തിച്ച് കഴിയുന്നത് നേരം വെളുക്കുന്നവരെ കത്തിച്ചേർന്നാ. ഇപ്പോൾ അത് ചെയ്യുന്നില്ല. കാരണം ഇവിടെ തിരക്ക് വർദ്ധിച്ച കാരണം കൊണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ പറഞ്ഞ് നമുക്ക് 10 മണി വരെ കത്തിച്ചാൽ മതി, കാരണം തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള നിലക്കായതുകൊണ്ട് ഞാനിത് കണ്ട കാലം വരെ ഞാൻ ചെയ്ത്. ഇനി എൻ്റെ കാലശേഷം ആരാണ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു മോനുണ്ട്, മോർക്ക് കൊണ്ടുനടക്കാൻ കഴിവുണ്ടെങ്കിൽ കൊണ്ടുനടന്നിട്ട്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ അഞ്ചന്മാരെ മക്കൾക്ക് കൊണ്ടുനടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊണ്ട് നടന്നോട്ടെ. ഞാൻ ഇന്നത്തെ വരെ ചെയ്തിട്ടുണ്ട്. ഞാൻ വയ്യാത്ത ഒരാളാണ്, 4 ബ്ലോക്കുണ്ട്. എൻ്റെ ഭാര്യ സുഖമില്ലാത്ത ആളാണ്, ക്യാൻസറായിരുന്നു. പക്ഷേ അവരൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിൻ്റെ തങ്ങൾപ്പാവാ. ഇനി ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തി തരണം എന്നുള്ള മനസ്സോടു കൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും എൻ്റെ കാലം കഴിയുന്ന വരെ ഞാൻ ചെയ്യുന്നുള്ള വാശിയാണ് എനിക്ക്. തങ്ങൾപ്പാവാക്ക് ദീപാരാധന ചെയ്യാൻ, ദീപം തെളിയിക്കാൻ. ഇത് ഇസ്ലാം വേദത്തിൽ പറയണമെങ്കിൽ പടപ്പ് അള്ളാഹു റസൂലാണ്. ഞങ്ങളതിൽ ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാർക്കാണ് അത് ചെയ്യുന്നത്. ആയതുകൊണ്ട് നമ്മളെ ഈ വട്ടേക്കാട് ദേശം നന്നാവാനും അവർക്ക് ഒരു അപകടങ്ങളില്ലാതെ ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങളിപ്പോൾ അവിടെ കാരുണ്യം ഇവിടെ ഉണ്ടാവട്ടെ. വട്ടേക്കാട് ദേശം വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ മനുഷ്യന്മാരും ഭംഗിയായിട്ട് ജീവിക്കട്ടെ. തങ്ങളിപ്പാവയുടെ പേരും പറഞ്ഞിട്ട്, എൻ്റെ വട്ടേക്കാട് ബർദാൻ തങ്ങൾ ഉണ്ണി തങ്ങളിപ്പാവയുടെ പേരും പറഞ്ഞിട്ട് ഇത്ര ഞാൻ പറയണുള്ളൂ. ബാക്കി പറയാനുള്ള നേരമല്ല, എനിക്ക് ടീമിലത്തെ പണിയുണ്ട്. അത് കാരണം കൊണ്ടാണ്. വട്ടേക്കാട് നേർച്ചയ്ക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം എൻ്റെ ഫ്രണ്ടായിട്ടുള്ള മുബാറക്കാണ്. മുബാറക്കിനെ ഞാൻ പരിചയപ്പെടുന്നത് മണത്തല നേർച്ചയ്ക്കാണ് കേട്ടോ. മണത്തല നേർച്ചയ്ക്ക് നമ്മളവിടെ ഒരു മീഡിയ സിറ്റിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ആവുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞതായിരുന്നു, ഇങ്ങനെ നമ്മളെ നാട്ടിലൊരു അടിപൊളി നേർച്ച ഉണ്ട്, എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരുന്നു. ഞാൻ ഈ നാട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. നാടും നാട്ടുകാരെയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അടിപൊളി സ്ഥലം കേട്ടോ, നല്ല വൈബ് ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഇവരെ ഒരുപാട് വരവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊരു വരവുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകളെ കാണാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് നമ്മൾ ലെങ്തി വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 എപ്പിസോഡായിട്ടാവും ഈ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ നാട്ടിനെ പറ്റിയിട്ട്? ഇല്ല, നല്ല അടിപൊളി പരിപാടി, പ്രോഗ്രാമാണ്. എല്ലാവരും കാണണം വീഡിയോ. ഓക്കെ അപ്പം നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ. ഇന്ന് വട്ടേക്കാട് ചന്ദനക്കൂട് നേർച്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ട് റാഡിക്കൽ റൂട്ട്സ് കറുകമാടിൻ്റെ RD ഫെസ്റ്റ് അതിവിപുലമായിട്ട് എല്ലാ വർഷം നടത്തുന്നതിനേക്കാളും വലിയ ഗംഭീരമായിട്ടാണ് നടത്തുന്നത്. ഈ നിൽക്കുന്ന 2 പേരും അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണാം.
വയ്ക്കാനില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മാറ്റിലായി ഉദിച്ചിരുന്ന മുസ്ലിം ലീഗ്. എന്നും പരിരസിച്ച് മുസ്ലിം ലീഗ്. പറഞ്ഞാലും തീരാ പത്തി വീടത്തിയാരും ലീഗിനെ വിരട്ടിടല്ലേ. ചേർന്ന് കൊണ്ട് ലീഗിനെ എതിർത്തിടല്ലേ. പടക്കൈക്ക് കണ്ടിരാ നടിച്ചിടല്ലേ. ആരും ചൊല്ലി ലീഗിൻ കീർത്തിയെയും മായ്ച്ചിടലേ.
വാ കൊണ്ട ഹലോ ഇവിടെ വട്ടേക്കാട് നേർച്ചൻ്റെ ഭാഗമായിട്ടുള്ള കച്ചവടം നടക്കുന്ന ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞാനും എൻ്റെ ഫ്രണ്ട് മുബാറക്കും കൂടിയാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, മറ്റുള്ള നേർച്ചകളെ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ടെന്നുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാവാൻ സാധ്യതയുണ്ട്. പരിപാടികളൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല തിരക്കാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നായിട്ട് ഈ കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു പള്ളിൻ്റെ ഈ ഒരു മക്കാമിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയായിട്ടാണ് ഈ ഒരു LP സ്കൂൾ വരുന്നത്. LP സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അങ്ങോട്ട് പോകാം. ഓക്കെ. ശരീരത്തിലേക്ക് വൃത്തിക്കഴിഞ്ഞാൽ എത്ര കാലപ്പഴക്കം ചെന്ന വേദനകളുണ്ടെങ്കിലും മാറ്റിയെടുക്കാൻ കഴിവുള്ള മരുന്നാണ്, അപാര കഴിവുള്ള മരുന്നാണ്, ശക്തിയുള്ള മരുന്നാണ്. പ്രകൃതിയിൽ കാണുന്ന